ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് കബഡിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് 4 കരുവാണ് വേണ്ട. 4 കരുത് ഞാൻ അതേ പാനയുടെ ടോപ്പാണ് എടുത്തേക്കണേ. അപ്പോൾ അതേ നമ്മുടെ കബഡി ഉണ്ട്. അതെ ഇതുകൊണ്ടാണ് നമ്മളിത് കളിക്കണേ. അപ്പോൾ അതെ ഇതെങ്ങനെ പറിക്കാമെന്ന് വെച്ചാൽ ആദ്യം 5 എണ്ണം, പിന്നെ തിരിച്ചും 5 എണ്ണം, അങ്ങനെ 5 കള്ളി വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കണം. അപ്പോൾ അതെ 1 2 3 4 5 1 2 3 4 5. ഓക്കെ, അപ്പോൾ അതെ ഇത് ഈ 5 എണ്ണം അമ്പലങ്ങളാണ്. പിന്നെ ഇതെങ്ങനെ കളിക്കണ്ടേന്ന് വെച്ചത്, ഇതിപ്പോൾ 4 ഇട്ടാൽ നമുക്കൊരു കളിയും കിട്ടും. തുള്ളി, പിന്നെ നമുക്ക് ഈ കരി കയറ്റാൻ പറ്റുന്നത് 4 കയറ്റാം, തുള്ളിക്ക് കയറ്റാം, 8 കയറ്റാം. 8 എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മറിഞ്ഞ് കിടക്കുന്നത്. ഇതാണ് 8. ഇതേ ഇപ്പം 2 വീഴുണ്ട്. ഇത് 2 ഇങ്ങനെ ഇതിങ്ങനെയാണ് നീക്കുക. 8-ന് അതുപോലെ തന്നെ ഒരു കളിയും കൂടി ഉണ്ട് 4-ൻ്റെ മാതിരി. ഇതേ 8. അപ്പോൾ നമ്മൾ ഒരു കളി കൂടി കളിക്കാം. ഓക്കെ, ഇതാ പിന്നെ ഇത് 3. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ഈ കളിയുടെ നിയമങ്ങളും കൂടി പറയാനല്ലേ. ഇത് അങ്ങനെ ഇതിൽ വെട്ടലുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ തുള്ളിക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. തുള്ളിക്കാണ് നമ്മൾ കയറ്റാം. പിന്നെ നമ്മൾ അമ്പലത്തിൽ ഇരുന്നാൽ നമുക്ക് വെട്ടാൻ പറ്റില്ല. അമ്പലത്തിന് പുറത്ത് എപ്പോഴാണെങ്കിലും നമുക്ക് വെട്ടാം. ഇതാണ് ഫിനിഷിങ് പോയിന്റ്. നമ്മൾ വെട്ട് കിട്ടിയതിന് ശേഷം കറങ്ങി നമ്മുടെ ലെഫ്റ്റിലുള്ള ആദ്യത്തെ കള്ളിയോട് കയറി ഈ അമ്പലത്തിൽ കയറണം. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ഓക്കെ, ഇപ്പം എനിക്ക് തുള്ളി വീണിട്ടുണ്ട്, ഞാൻ കയറ്റി വരണം. ഓക്കെ, ഇതിന് വേറെ നിയമം കൂടി ഉണ്ട്. 4-ന് ഒരെണ്ണം കയറ്റാം, തുള്ളിക്കും കയറ്റാം, പിന്നെ 8-ന് 2 എണ്ണം കയറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത ആൾക്ക് 2 കിട്ടി. തുള്ളി ഇപ്പോൾ വീണ്ടും അവൻ കയറി. ഇപ്പം എനിക്ക് 2. പിന്നെ കരിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. 3. ഓക്കെ, 2. അവന് 3 എൻ്റെ അടുത്തെത്തി. പക്ഷെ ഞാൻ അമ്പലത്തിലായതുകൊണ്ട് അവനെ വെട്ടാൻ പറ്റില്ല. കണ്ടോ, ഞാൻ അമ്പലത്തിലാണ്, അപ്പോൾ വെട്ടാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ സാമാനം വെട്ടാം, പക്ഷെ അടുത്ത കളിയില്ല. അവന് 8 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ അടുത്ത കളി കളിക്കാൻ പോവാ. 8-ൻ്റെ രണ്ടാമത്തെ കളിയുണ്ട്. അപ്പോൾ 8-ന് അവൻ തുള്ളി ഇട്ടു. അപ്പോൾ അതെ 8-ന് അവനെ വെട്ടിയത് 1 2 3 4 5 6 7 8. വെട്ടിയാൽ ഒരു കളിയും കൂടി ഉണ്ട്. ഇതേ വെട്ടിയൻ്റെ കളി സമ കളിച്ചു. അതെ 2 വീണു. തുള്ളി ഈ തുള്ളി 2 ഉണ്ട്. ഓക്കെ, വെച്ചു. ഇനി ഹാൻസൽ 3 ഇട്ടു. എനിക്ക് 2 വേണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവൻ എന്നെ വെട്ടും. വെട്ടി. അയ്യോ പാവല്. ഓക്കെ, അപ്പോൾ വേണേ നമുക്ക് നീട്ടിട്ട ഒരു തുള്ളിയൊക്കെ വീഴും. ഇതേ കണ്ടല്ലോ, തുള്ളി വീണു. ഞാൻ കയറ്റി. 3 തുള്ളി വീണു. 2 അവിടെ നോട്ടെ. എനിക്ക് 3 വീണു. കണ്ട, അവൻ വെട്ടി കിട്ടി. അവന് ഒരു കറക്കം കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ഇതെങ്ങനെ കയറണമെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അമ്പലം ഉണ്ട് കേട്ടോ. അതെ കണ്ടല്ലോ, ഹാൻസിൻ്റെ അമ്പലം.
ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം. ഇപ്പം നിങ്ങളുടെ അമ്പലം ഇതാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ കള്ളിയുടെ നേരെയാണ് കയറേണ്ടത്. നേരെ ഇപ്പോൾ എൻ്റെ ഇതാണെന്ന് വിചാരിക്കും, ലെഫ്റ്റിൽ കൂടെ കയറാം നമുക്ക്. ഇതണ്ട ഇപ്പം ഞാൻ തുള്ളിയിട്ട് കയറാം, പക്ഷെ എനിക്ക് വെട്ട് കിട്ടിയിട്ടില്ല. വെട്ട് കിട്ടിയാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ സാമു ഹാൻഡ്സ് കളിക്കും. എനിക്ക് വെട്ടിട്ട് ഞാൻ 3 ഇട്ട് ഇവിടെ വെച്ചു. സാമു കത്താലോ. അതെ എനിക്ക് വീണ്ടും 3 കിട്ടി. വെട്ട് കിട്ടണമെങ്കിൽ സാധ്യതയില്ല. വെട്ട് കിട്ടിയാലും ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ വേറെ നിയമം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വെട്ടാനുണ്ട്. ഇപ്പം ഇവിടെയാണ് ഇവൻ ഇരിക്കണത്. നമുക്ക് തുള്ളി വീണു, നമുക്ക് വെട്ടാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പോൾ കയറ്റാൻ ആഗ്രഹിക്കുക വെട്ടണം. വെട്ടിയില്ലെങ്കിൽ ആ കരുടുത്ത് പുറത്തേക്ക് കഴിയുമോ? വെട്ടണം, അത് നിർബന്ധമാണ്. അപ്പോൾ എനിക്കൊരു 4 വീണിട്ടുണ്ട്. പാർട്ടിക്കാരും തീരുമാനമായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എനിക്കൊരു 8 കൂടി വീണു. പിന്നെ 3, 4, 3, 8 വീണ ആ എല്ലാ കരുടുത്ത് പുറത്താക്കണം. അങ്ങനെ ഇപ്പം 3, 4 അടുപ്പിച്ച് വീണു, എല്ലാ കരുടുത്ത് പുറത്താക്കണം. 8 അടുപ്പിച്ച് വീണു. എനിക്ക് ഒരു 4 മുറിട്ടാണ് വീണേ. ഓക്കെ ഇപ്പോൾ ഒരു 2 വീണിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ 8-ന് 2 റൺ കയറ്റി, 4-ന് ഒരെണ്ണൂടി കയറ്റി, ബാക്കി 2-ന് അമ്പലത്തിൽ വെച്ചു. സാമുന് ഇപ്പൊ തുള്ളി കണ്ടിട്ടുണ്ട്. ഹാൻഡ്സ് കുറെ നേരമായിട്ട് അവിടെ ഇരിപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് കളിക്കാം. എനിക്ക് വീണ്ടും 2 വീണു. എന്റെ കാര്യം തീരുമാനമായില്ല. അത് വേറെ എടുത്തു വെച്ചു. സാമു പഴുക്കാൻ പോവാ. നിങ്ങൾ ഇതിൽ കൂടെ കയറി കറങ്ങി നേരെ എത്തുമ്പോഴാണ് കയറണ്ടേ. ഇതാണ് നിങ്ങളുടെ ഇതിൽ കൂടെ ഇങ്ങനെ കയറാം. അമ്പലത്തിന്റെ നേരെ ഇവിടെയാണ് 2 ഇട്ട് കയറാം. ഇപ്പൊ സാമു കയറിയാണ്ട, അവൻ ഇതിൽ കൂടെയാണ് ഇനി കയറണേ. നമ്മുടെ ലെഫ്റ്റ് കള്ളി കൂടെ നേരെ പോയിട്ട് ഒന്ന് ഈ ഇതിൽ കറങ്ങി നമ്മുടെ അമ്പലത്തിന്റെ നേരെ ആകുമ്പോൾ ഇങ്ങോട്ട് കയറാം. എനിക്കൊരു 3 വീണു, വെട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടും കയറാൻ പറ്റില്ല. 2 അവൻ കയറാറായി. ഇനി 2 ഇട്ട് അവൻ അമ്പലത്തിലെത്തും. 4 കയറി. ഇതുപോലെ 4 കയറണം. 4 കയറിയ കളി അവൻ ജയിച്ചു. പക്ഷെ എൻ്റെ കളിയൊക്കെ തീരുമാനമായിരുന്നു തോന്നുന്നു. പക്ഷെ ഞാനത് പുറത്തേക്ക് ഞാൻ അപ്പം വിട്ടു. അവന് 3 വേണം കയറാൻ പറ്റില്ല. 2 പറ്റുള്ളൂ, 3 പറ്റില്ല. ഇപ്പം 2 വീണേ. 4 വീണു എനിക്ക്. അപ്പം അതേ എനിക്ക് 2 വീണു. 4, 2-ന് ഞാൻ സാമുവിൻ്റെ പുറകെ പോകുന്നുണ്ട്. 2-ന് അങ്ങനെയാണ്. സാമുവിന് 2 വീണു, അവൻ പഴുത്തു. കണ്ടാ ഇവിടെ 1, 2, ഇവിടെ 1, 2, 3. അത് നീ നീട്ടിയിടണം. പക്ഷെ നീട്ടിടാൻ സ്ഥലമില്ല. അപ്പം എനിക്ക് 2 വീണു. ഞാൻ മുന്നിൽ കറങ്ങാൻ പോവാം. എനിക്ക് വെട്ടിട്ടുണ്ട്. സാമുന് 2 വീണു. എന്തായാലും വെട്ടുമെന്ന് വെച്ചാൽ 2 സൈഡിൽ ഞാൻ ഉണ്ട്. അത് വെട്ടില്ലേ. അപ്പോ കളിച്ചോ. എനിക്ക് തുള്ളി വീണു. പക്ഷേ ഇത്ര നീട്ടിയിടണ്ടാ. തുള്ളി വീണു, ഞാൻ കയറി. ഓക്കെ ഞാൻ തുള്ളിയിട്ട അവനെ വെട്ടാം. അപ്പം എനിക്ക് കയറാം. ഓ നൈസായിട്ട് 2 വീണു. സാമൂഹ്യ ഭാഗ്യമില്ല, അവനോട്ടുള്ള ഭാഗ്യം. പക്ഷെ എനിക്ക് വിട്ട് കിട്ടി. അപ്പോൾ ഹാൻഡ്സിന് 3 വീണു. ബലിയാടാകാൻ പോവാണ്. ഓക്കെ അപ്പം എനിക്ക് 3 വീണു. അപ്പം മുന്നിലിരിക്കും. സാമുന് ആരെ പെട്ടെന്ന് അവിടെ സാമു 4 ഇട്ട് വന്ന് മുടി കളിക്കാൻ പോവാ. 4, 2. 4, 2.
ഓക്കെ അപ്പം നോക്കിയേ അവൻ്റെ അമ്പലം എഴുതാണ്. അപ്പോൾ അവൻ്റെ ലെഫ്റ്റിൽ കൂടെ അവൻ കയറി 1 2 1 2 3 4 ഇങ്ങനെ കയറി. പിന്നെ ഈ സ്ക്വയർ കൂടെ അവൻ ചുറ്റണം. എനിക്ക് 4 3 വേണമെങ്കിൽ നമുക്ക് അവനെ വിട്ടായിരുന്നു. 4 3 ഞാനത് വെട്ടിയില്ലെങ്കിൽ അവൻ്റെ കൈ എടുത്ത് പുറത്താക്കും. അങ്ങനെയാ നിയമം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്താൽ അയാളുടെ കയറിയാണ് കയറി അങ്ങനെ അമ്പലത്തിൽ കയറിയാണ് കൈ എടുത്ത് പുറത്താക്കും. ഈ കരെടുത്തത് ഇങ്ങനെ പുറത്താകും. പറയരുത്, സീരിയസ് ആയിട്ട് തുള്ളിയാണ്. ചിലപ്പോ അയാൾക്ക് അറിയണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എനിക്ക് 8 വേണോ? 8 കണ്ടാ, എനിക്ക് 8 വേണോ? ഓക്കെ അവൻ 8 വേണോ? നീ 2 കൂടി വേണം നിന്റെ എല്ലാ 2 3 4 5 6 7 8. ഞാനൊരു തന്നെ വെട്ടി കണ്ടാ, എനിക്ക് വെട്ടിട്ട് ഞാൻ ഉള്ളി കയറാൻ പോവാ. എന്തോ അപ്പൊ ഇട്ടു. അപ്പൊ ഞാൻ ഇത് നീക്കാ, അത് നീക്കാൻ തുള്ളിട്ട് തന്നെ വിട്ടു. 8 കളി. ഓ 8ന്റെ കളി കളിക്കാം. അപ്പൊ തുള്ളിട്ടു. ഓ തുള്ളിക്ക് ഞാൻ കയറ്റി കളിക്ക് ആബേല. പിന്നെ ഇപ്പൊ നിങ്ങളെ കേറിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. 2 ഇറങ്ങാം. ആബേല വെട്ടിട്ട് വരാൻ ഭയങ്കര വിഷമാ. വിട്ടിട്ടി കിട്ടിയാ? ഞാൻ വീണ്ടും വരുത്തു. 2 വരുത്തു. 1 2 3. ഓക്കെ നമ്മുടെ ഈ കവടി നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മറ്റേ പുളിങ്കരി എടുത്താലും മതി. തന്നെ പുളിങ്കരി എന്ന് പറയുമ്പോൾ മറ്റേ 2 പീസാക്കിയിട്ട് അത് മറച്ചിട്ടാൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ പനയുടെ കുരു കിളികൾ നമ്മുടെ പറമ്പിലൊക്കെ കൊണ്ടിടും. അപ്പോൾ അതൊക്കെ നമുക്ക് പറക്കിയിട്ടും കളിക്കാം. അങ്ങനെ ഒരു സൈഡ് പരന്നതും ഒരു സൈഡ് മറ്റേ മുട്ട മരി ഇങ്ങനെ വീർത്തതും. ഓക്കെ നമുക്ക് കളിക്കാം. 3 വേണു. ഓക്കെ ഇത് വെച്ചു. നീ എന്നെ കാച്ചു നൈസായിട്ട്. ഇപ്പം ഞാൻ ഒരുത്തനെ ഞാൻ പഠിച്ചു. നമുക്ക് ഡബിൾ കറിയും വെക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കാര്യം തന്നെ 2 പ്രാവശ്യം. പക്ഷെ 2 കളി കിട്ടില്ല, വെട്ടിയാൽ ഒരു കളി തന്നെ. ഓക്കെ ഞാൻ വീണ്ടും ഇട്ടിട്ടു. ഓക്കെ 2 ഇട്ടു. രണ്ടിന് ഞാൻ ഇവിടെ ഒരു ആബേലൊരു സെക്യൂരിറ്റി കൊടുത്തു. നമ്മൾ കളിക്കാം. ഇനി സെക്യൂരിറ്റി ആണോന്ന് നമുക്ക് നോക്കാം. ഓക്കെ അപ്പൊ സാമോൻ ഞാൻ സെക്യൂരിറ്റി ഉണ്ടാക്കി. അപ്പൊ ഞാൻ വെട്ടിട്ടാ, ഞാൻ വെട്ടി. അങ്ങനെ ആദ്യമായിട്ടൊരു വെട്ട് കിട്ടണം. ഓ അപ്പൊ ഞാൻ വെട്ടു തുള്ളിട്ടു. അപ്പൊ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അമ്പലത്തിൽ കയറിയെങ്കിൽ സേഫ് ആയിരുന്നു. ഞാൻ ഇട്ടു. അപ്പൊ അതെ സാമു ഇട്ടിട്ടു. 2 വീണു. 1 2 3 4 5 6 7 8 ആദ്യം ഇവനെ വിട്ടാ കളി കളിക്കുക. ഇതിനുള്ളിൽ 4 വീണു. പിന്നെ തുള്ളി 1 2 3 4 തുള്ളിക്ക് വെട്ടി. അവസാനം 2 ആൾക്കാരെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 8 ഉണ്ട്. ഇനി വെട്ടിൻ്റെ കളിയുണ്ട്. അപ്പോൾ കളിച്ചോ. 2 1 2 3 4 5 6 7 8 1 2. ഒയ്യോ വീണ്ടും വെട്ടി. വീണ്ടും ഇപ്പോൾ ഹാൻഡ്സിൻ്റെ എല്ലാം അങ്ങനെ എൻ്റെ അപ്പുറത്തെ അവിടുത്തെ എല്ലാം വെട്ടി കഴിഞ്ഞു. 3 കാര്യം പുറത്തായി. നൈസ്. അവൻ 2 ഇട്ടു. 1 2 അവൻ പഴുക്കാൻ പോവാ. അവൻ ഇവിടെ പഴുക്കാൻ പോവാ. ഒറ്റക്കാരെ പിന്നെ വിട്ടു. അവിടെ എത്തുമ്പോഴേക്കും വിട്ടു. ഇവിടെ എത്തുമ്പോഴേക്കും വിട്ടു. പുള്ളിക്ക് ഞാൻ കയറിയാണ്ടാ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഇട്ടുട്ടോ എന്റെ പൊന്നേ. ഞാൻ 8 കൂടി ഇട്ടു. ഇനി 8 കൂടി ഇട്ട തീരുമാനമാവും.
അപ്പോൾ 8 8-ന് സമനം കിട്ടുമെന്ന് നോക്കട്ടെ. 3. അതെ 8-ന് ഇവിടെ, ബാക്കി 8 ഇവിടെ. 8 1 2 3 4 5 6 7 8. അയ്യോ സാമു. 8 1 2 3 ഓക്കെ. അപ്പോൾ സാമുവിൻ്റെ കാര്യം ഏകദേശം 8 8 3-ന് ഞാൻ 8 കൂടി ആയിരിക്കും. 1 2 3 4 5 6 7 8 1 2 അയ്യോ. 3 ആ അപ്പൊ സാമു ഓക്കെ ഞാൻ വെട്ടി. ഇതേ രണ്ടെണ്ണം പുറത്തായി. ഇതേ ഇനി വെട്ടിനളി. ഓക്കെ വെട്ടിനളി എനിക്ക് 2 കിട്ടി, അതുകൊണ്ട് ഞാൻ വിട്ടു. ഇത് പേനയുടെ ടോപ്പാ. ഓക്കെ അപ്പോൾ സാമുൻ്റെ കളിയാണ്. ഓക്കെ അപ്പോൾ സാമു ഇടാൻ പോവാണ്. അപ്പം നമുക്ക് നോക്കാം ആര് ജയിക്കാണ്. ഓക്കെ അപ്പോൾ അവന് വീണേക്കുന്നത് 8-ആണ്. ചേട്ടൻ്റെ കളി കളിച്ചു സാമു. ഓക്കെ അപ്പോൾ 8-8-ആണ് വീണേക്കണം. ഇനി ഒരു 8 കൂടി വീണ സൂപ്പറാവും. ഓക്കെ അപ്പോൾ ഇനി വീണേക്കുന്നത് ഓക്കെ അവനൊരു 3-ആണ് വീണേ. അയ്യോ സോറി 4-ആണ്. 8 8 4 തുള്ളി. ഓക്കെ നൈസ്. എട്ടിന് 2 കയറ്റിയവൻ 4-ന് വെച്ചു. ഓക്കെ നൈസ്. എൻ്റെ കളിയായിരുന്നു. അപ്പൊ ഞാനൊരു കാരെടുത്ത് പുറത്തേക്ക് എറിയാണ്. കാരണം 8-ന് കയറ്റി 8-ന് വെച്ചു 2-ന് വിട്ടു. പക്ഷെ അത് തുള്ളിയാണ് ഇങ്ങനെ. തുള്ളിയാണെനിക്ക് വീണേ. ഓക്കെ കറി നമുക്ക് നോക്കാം. തുള്ളി ഇടറാ, ഒരു തുള്ളിയോ. ഓക്കെ അപ്പം ഞാൻ 3-3 3-ന് ഞാനിവിടെ വയ്ക്കണം. എട്ടാണ് വീണേ. 8-ആണ് വീണേ. ഓക്കെ അപ്പോൾ അടുത്ത കളിക്ക് വീണ്ടും അത് 4-ആണ്. എന്താണ് നിനക്ക് മാത്രല്ല വീണേ. വീണ്ടും ഒരു 4-ആണ്. ഒരു കാര്യം കൂടി ഇട്ടാൽ നമുക്ക് സൂപ്പർ ആക്കാം കളി. അവന്റെ അടുത്ത് പുറത്താകാം. ഓക്കെ 4 അപ്പോൾ വലിയ അടുത്ത് പുറത്തായിരിക്കും. 4 3 3-ആ? അതെ, 3-ആണ്. ഓ അത് കൈ തട്ടി വീണതാ. ഒന്നുകൂടി ശരിയാ. നിന്റെ കൈ തട്ടിയുണ്ടായി. എന്റെ പൊന്നെ അവൾ കാലെടുത്ത് പുറത്തേക്കോ. ഓ അത് പറ്റില്ല. 2 ആയിട്ടുള്ളത്. 2 ആയിട്ടുള്ളത്. എന്താ പുറത്താക്കാതെ? 2 ആയിട്ടുള്ളടാ. ഓക്കെ പാവല്ലേ, അപ്പൊ പുറത്താക്കണ്ട പാവന്റെ കാര്യം. സാരില്ല 4-ന് കളിച്ചോട്ടെ. ഇങ്ങനെ കളിയിലില്ല, പക്ഷെ ചെറുതായതുകൊണ്ടൊക്കെ. ഓക്കെ 2 ഇനി അങ്ങനെ വീണാൻ പറ്റില്ല കേട്ടോ. സമയം അവനെ വെട്ടിക്കാച്ചി നന്ദിയില്ല. 8 4 4 പിന്നെ വെട്ടിന്റെ കളിയുണ്ട്. 3-ആണ്. 1 2 3 4 ഇനി ഒരു 2 8 അല്ല ഒരു 8 3 4. 8 1 2 3 4. ഓക്കെ അപ്പൊ നീ വെച്ചോ. 3 കളി 3 ഞാൻ ഇവിടെ വെച്ചു. എന്റെ കളി ഇവിടെ. ഓക്കെ അപ്പൊ ഹാൻഡ്സ് കളിച്ചോ. ഞാൻ കളിക്കാം. എനിക്ക് 3 വീണ ഞാൻ അവിടെ വെച്ചു. കളിക്ക്. ഓക്കെ അപ്പൊ നമുക്ക് കളിക്കാൻ പോവാം. ഓക്കെ എനിക്കൊരു തുള്ളിയാണ്. 8 വീണത്. 8-ആണ്. അതെ 8 നോട്ടെ 1 2 3 4 5 6 7 8 ഒരു കാര്യമില്ല. ഇപ്പൊ വീണത് ഒരു 4-ആണ്.
8, 4. 1 2 3 4 5 6 ഓക്കെ, ഇനി ഒരു തുള്ളിയാണ് വീണാക്കണേ. ഇത് ഞാൻ കളിക്കാൻ പോവാ. അല്ല അതല്ലല്ലോ. ഓക്കെ, 8 4 ഇവിടെ തുള്ളിക്ക് ഞാൻ കയറ്റി. ഓക്കെ, അടുത്തല്ല കളിച്ചോ. അവന്റെ ഒരു വീണ്ടും തുള്ളി. രണ്ടാ തുള്ളിയാ തുള്ളി 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 ഞാൻ വെച്ചു. ഓക്കെ, 2. അതെ, എനിക്കൊരു 2ആണ്. അതെ, എൻ്റെ 2 കുട്ടന്മാരിരിക്കുന്നത്. വെട്ടിയില്ല. ഇത് 4ആണ്. ഓക്കെ, 2 ഇട്ടു. 4 2ആണ്. 2 ഞാൻ പഴുത്തിട്ട് 1 2 3 4 വെട്ടിന്റെ അടിയിലായോ? വെട്ടിയോ? അതെ. വെട്ടിയില്ല. ഓക്കെ, അപ്പോൾ അവൻ്റെ ഹാൻഡിന് കൊടുത്തോ. സാറിന് ഇങ്ങനത്തെ ചെറിയ ചെറിയ ചെമ്മലുകൾ ഇങ്ങനത്തെ വലിയ നാടുകളിലുള്ള. ഓക്കെ, അപ്പോൾ ഇത്തന്നെ മാറ്റിക്കോ. 1 2 3 വെട്ടി. തുള്ളിക്കും വെട്ടി. അപ്പോൾ അടുത്തതിനെ മാറ്റിക്കോ. തുള്ളിക്കോ പിന്നെ വെട്ടി. എനിക്ക് തന്നിടാ. ഓക്കെ, അപ്പോൾ 2 ഞാൻ വെച്ചു. ഞാൻ ചെയ്യും. അപ്പോൾ അതേ 2ആണ്. അയ്യോ, എന്നെ വിട്ടോ. എനിക്ക് 2 വീണു. എനിക്ക് തുള്ളിയാണ് വീണേ. അപ്പോൾ ഞാൻ തുള്ളിക്ക് വലിയൊരു കേട്ടത്. ഭാഗ്യമില്ല. സാമു ജയിക്കായിരുന്നു. ഓക്കെ, ദേന ഇപ്പൊ വീണ 2ആണ്. അപ്പോൾ 2നെ വെട്ടി. നിങ്ങക്ക് ഇവിടെ തുള്ളിക്ക് വെക്കായിരുന്നു. കേട്ടണല്ലോ. പിന്നെ ഈ കളിയുടെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര നീട്ടുള്ള കളിയെന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുക്കും. ഞങ്ങളിത് ഞാൻ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ ഇനി വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരും. അപ്പോൾ താങ്ക് യു.